കരയാതിരിക്കൂ. അത് ചെയ്യാതെ നമുക്ക് മറ്റു യാതൊരു മാർഗവും ഇല്ലായിരുന്നു. என்ன இருந்தாலும் அவர் என் கணவர் தானே. அவரை நான் ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും? எனக்கு இனிமே யாரு இருக்கான்னு சிவா. இனிமே எனக்கு எல்லாமே நீதானே. ഞാനുണ്ട്, എന്റെ കമലത്തിന് ഞാനുണ്ട്. തീർച്ചയായും നിനക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ ബിസിയാണെന്ന് പറയൂ. ആര് വിളിച്ചാലും 1 മണിക്കൂർ കഴിയാതെ ഒരു കോളും കണക്ട് ചെയ്യരുത്. ഹലോ, യെസ്, ശിവൻ ഹിയർ. കമലല്ലേ? ശരി ശരി, ഞാൻ വൈകുന്നേരം വരാം. ജോലി കാരണം വരാൻ പറ്റുന്നില്ല കമലം. ഡെഫിനറ്റ്ലി ഐ വിൽ കം ഇൻ ദ ഈവനിങ്. ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്. എനിക്ക് 1 ലക്ഷം രൂപ വേണം. ഒരു ചെക്ക് മീറ്റ് ചെയ്യാനുണ്ട്. 50,000 കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം തീർച്ചയായും വരാം. എന്നെ കാണാൻ ആര് വന്നാലും വൈകുന്നേരം 4 മണിക്ക് ശേഷം വരാൻ പറയും. അക്കൗണ്ട്സിലെ നാരായണയ്യരോട് എന്നെ വന്ന് കാണാൻ പറയും. എടാ ശിവ, 50,000 രൂപയുണ്ട്. അമ്മ തന്നയച്ചതാ. നിന്നെ ആ കൃഷ്ണവേണി അന്വേഷിച്ചു. അവളിപ്പോ എവിടെ താമസം എന്നറിയാം? ജെമിനിയുടെ പുറയിലെ കല്യാണ മണ്ഡപം ഉണ്ടല്ലോ, അതിന്റെയും പുറയില. അവൾക്ക് ഇവിടെ വന്ന് നിന്നെ ഒന്ന് കാണണമെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങോട്ടെങ്കിലും ചെന്നു പോകല്ലേ, അവനിപ്പോ പഴയ ആളൊന്നുമല്ല. തന്നോടാ പറഞ്ഞത് എഴുന്നേക്കാൻ. മേലിൽ ഇവിടെ വരരുത്. താനിന്നും പഴയ അപ്പയ്യാണ്. ഞാനിന്ന് പഴയ ശിവനല്ല. പക്ഷെ താനത് ഓർക്കുന്നില്ല. നീ പഴയതെല്ലാം മറന്നു. നിന്നെ ഞാൻ ആദ്യം കണ്ടുമുട്ടിയ ദിവസം നീ ഓർക്കുന്നു. നിന്നെ ഇവിടെ എത്തിച്ചതാരാണെന്ന് നിനക്കറിയാമോ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഞാനൊന്നും മറക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് തന്നോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞത്. താൻ എന്റെ ഭൂതകാലത്തിന്റെ നിഴലാണ്. പറഞ്ഞത് കേട്ടില്ലേ? മത്തായി, ഓ സോറി, അപ്പയ്യ, താൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലമായി തനിക്ക് എത്ര പണം വേണമെങ്കിൽ ഞാൻ തരാം. ആർക്ക് വേണോടാ നിന്റെ പണം? നാളെ ഈ മുഖം എനിക്ക് പരിചയം ഉണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞ നന്ദി കേട്ടവൻ. ഗെറ്റ് ഔട്ട്.
മിസ്റ്റർ ശിവൻ. ഞാൻ തീരെ വിചാരിച്ചില്ല മിസ്റ്റർ ശിവൻ ഇന്ന് വരുമെന്ന്. ഒന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നോ? ആ വരൂ, നമുക്ക് അകത്തിൽ സംസാരിക്കാം. ചന്ദ്ര, പ്ലീസ് ബി സീറ്റഡ്. മിസ്റ്റർ ശിവൻ എന്താ കുടിക്കാൻ? ഹോട്ട് ഓർ കോൾഡ്? ചായ മതി. ചന്ദ്ര, ചായ കൊണ്ടുവരൂ. പിന്നെ ബിസിനസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? കൊള്ളാം, നന്നായിട്ട് നടക്കുന്നു. ബൈ, ഇവിടുത്തെ പുതിയ ഫാക്ടറിയുടെ ജോലി ആരംഭിച്ചു. ഓയസ്, ജർമ്മനിയിൽ നിന്ന് ടെക്നീഷ്യൻസ് വന്ന് മെഷീൻസ് എല്ലാം ഫിറ്റ് ചെയ്തു. അടുത്ത മാസം ഉദ്ഘാടനം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. Is it? Good. മിസ്റ്റർ മേനോൻ, നിങ്ങൾ ഡൽഹിയിൽ വലിയ പിടിപാടുള്ള ആളല്ലേ? എനിക്കൊരു ചെറിയ സഹായം ആവശ്യമുണ്ട്. എന്ത് വേണം പറയൂ. എന്റെ ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിന് ആ, അടുത്ത മാസം ആദ്യം പ്രൈം മിനിസ്റ്റർ ഒന്ന് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഈസി. അദ്ദേഹത്തിന്റെ PA മിസ്റ്റർ ചൗധരി ഇസ് എ പ്രസിഡന്റ് ഓഫ് മൈൻ. വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഫോൺ ചെയ്യാം. ഈസ് ഇറ്റ് റേഡിയോഗ്രാം? നോ 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 നോ, എന്റെ മകൾ ജമുനയാണ് വായിക്കുന്നത്. ഒരു നമുക്ക് ഫോണിലോട്ട് പോകാം. He will not believe what an expert she is in piano. Allah. உங்களை பார்க்கணும்னு நான் எத்தனை நாளா நினைக்கிறேன் தெரியுமா? டெலிபோன் பண்ணா நீங்க இல்லைன்னு தான் அங்க இருக்கிறவங்க சொல்றாங்க. நேற்றுக்கு உங்களை பாக்குறதுக்காக நான் உங்க வீட்டுக்கு வந்திருந்தேன். அப்பவும் என்னால உங்களை பார்க்க முடியல. എനിക്ക് ഒരുപാട് ജോലിയില്ലേ കമലം. സമയത്ത് ഒരിടത്ത് ഓടിയെത്താൻ കഴിയുന്നില്ല. என்ன வேலை இருந்தாலும் எனக்கு ஒரு டெலிபோன் பண்ணக்கூடாதா? തിരക്കിനിടയിൽ ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. കമലം എന്തിനാ എന്നെ അന്വേഷിച്ചത്? ஒரு சந்தோஷமான சமாச்சாரம் உங்ககிட்ட சொல்லத்தான். ആ പറയൂ, എന്താണ്? நான் உங்க குழந்தைக்கு தாயாக போறேன். ஏன் பேசாம இருக்கீங்க? இதுல உங்களுக்கு சந்தோஷம் இல்லையா? ഇല്ല, ഇപ്പോഴത് വേണ്ടായിരുന്നു. വിധവയായ നീ പ്രസവിക്കുന്നത് നിനക്ക് അപമാനമല്ലേ? നിന്റെ ബന്ധുക്കൾ എന്ത് പറയും? നമ്മുടെ സൊസൈറ്റി എന്ത് പറയും? எனக்கு நீங்க இல்லையா? எனக்கு என் சிவன் இருக்கே. ഞാൻ നിങ്ങളുടെ ഭർത്താവല്ലല്ലോ. நீங்க என் கணவராகணும். அதுக்கு நீங்க என்ன கல்யாணம் பண்ணிக்கணும். என் கணவன் இறந்த பிறகு நான் உங்களைத்தானே கணவனா நினைச்சிருக்கேன். ஏன் என்ன கல்யாணம் பண்ணிக்கிறதுல உங்களுக்கு இஷ்டம் இல்லையா? അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. சுதா, ആ, നീ വിഷമിക്കണ്ട. എന്തുണ്ടായാലും ഞാനില്ലേ. കമലത്തിന് ഞാൻ ചതിക്കുവോ? നിനക്കെന്റെ വിശ്വാസമല്ലേ? விசுவாசம் இருக்கு. എടാ, അവൾ മരിച്ചു. ആരെ? സോഫി. അവൾ ആത്മഹത്യ ചെയ്തു. അവൾക്ക് ബുദ്ധിയുണ്ട്. എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ഞാനത് എത്രയോ നേരത്തെ ചെയ്തേനെ. എന്റെ മോൾ എന്നെ വിട്ട് പോയപ്പോ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. എന്റെ വീട് തീ പിടിച്ച് കത്തി എറിഞ്ഞപ്പോഴും എനിക്കത് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നതെന്ന് നിനക്കറിയാമോ? നീ ജീവിച്ചിരിക്കുന്നതുകൊണ്ട്. പാവം. നീ സഹതപിക്കുകയാണോ? എടാ രുക്മിണി, നീ ആരോടാ സംസാരിക്കുന്ന അറിയാം? അറിയാം. ഈ പാവം രുക്മിണി ഒന്ന് കാറി തുപ്പിയാൽ തകർന്നു പോകുന്നതാണ് നിന്റെ അന്തസ്. ശിവനോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർമ്മിക്കും. ഞാൻ എന്റെ വിരലൊന്ന് നനയ്ക്കാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നീ ശബ്ദിക്കില്ല. എങ്കിൽ കാണിച്ചാ നിന്റെ കഴിവ്.
മുത്തുകൃഷ്ണ, ഇവളെ പിടിച്ച് പുറത്താക്ക്. ഭീരു, ഒരു പാവം പെണ്ണിന്റെ മുമ്പിൽ നിനക്ക് ഇത്ര ഭയമോ? എന്നെ പുറത്താക്കാൻ നിന്റെ വേലക്കാർ വരണമെന്നില്ല. ഇപ്പോൾ ഞാൻ പോകുന്നു. ഇനിയും ഞാൻ വരും. അത് എന്റെ അവസാനത്തെ വരവായിരിക്കും.